എറണാകുളം കളമശ്ശേരിയിൽ കിടക്ക നിർമ്മാണ കമ്പനിയുടെ ഗോഡൌണിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തെ തുടർന്ന് KSEBയുടെ 110 kV ലൈൻ പൊട്ടിവീണത് പരിഭ്രാന്തി പടർത്തി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 2 മണിക്കൂറോളം പ്രവർത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. രാവിലെ 9:15ഓടെയാണ് കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ HMT ജംഗ്ഷന് സമീപം കിടക്ക നിർമ്മാണ കമ്പനിയുടെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. കിടക്കകൾക്ക് തീപിടിച്ച് തീ ആളിപ്പടർന്നതോടെ തകര ഷീറ്റിൽ നിർമ്മിച്ച മേൽക്കൂര നിലംപൊത്തി. ഇതിനിടെ സമീപത്തുകൂടി കടന്നുപോകുന്ന KSEBയുടെ 110 kV ലൈനിലേക്കും തീ പടർന്നു. വൈദ്യുതി കമ്പികൾ ഉരുകി വലിയ ശബ്ദത്തോടെ പൊട്ടിവീണു. തീപ്പൊരി പലയിടത്തേക്കും വ്യാപിച്ചതോടെ തീ അണയ്ക്കാനെത്തിയ നാട്ടുകാർക്ക് പ്രാണരക്ഷാർത്ഥം ഓടിമാറേണ്ടി വന്നു. ഇതിനിടെ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കിടക്ക കമ്പനിയിലെ 2 ലോറികൾ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. വലിയ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. തീയുടെ ആ ഒരു ചൂട് കൊണ്ട് കെട്ടിടത്തിന് ഒരു ക്രാക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഈ കെട്ടിടത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലല്ല. നിരവധി വീടുകളുള്ള പ്രദേശത്തുണ്ടായ തീപിടുത്തം ആശങ്ക പടർത്തി. സമീപ കെട്ടിടങ്ങളിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിച്ചു. ഫുള്ള് തീയായിരുന്നു. ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഫുള്ള് തീ ഇങ്ങനെ കത്തിപ്പടരുന്ന ശബ്ദമായിരുന്നു. മേലെ ഫുള്ള് തീയായിരുന്നു. അപ്പോൾ ഇതിലെ സ്റ്റെപ്പിൽ കൂടി ഇറങ്ങാൻ വേണ്ടി ഞാൻ നിന്നില്ല. നേരെ ആ സൈഡ് തന്നെ ആ ഷീറ്റിൻ്റെ മേലത്തെ നിലയിൽ താഴെ ഒറ്റ ചാട്ടായിരുന്നു. ഒരാൾക്ക് നിസാര പൊള്ളലേറ്റതൊഴിച്ചാൽ ആളപായമില്ല. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി വെൽഡിംഗ് ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു. വെൽഡിങ്ങിനിടെ തീപ്പൊരി തെറിച്ചതാകാം തീപിടുത്തത്തിന് കാരണമെന്നും സംശയിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.